മക്കളെ നമസ്കാരം, ഷഫീഖാണ് കേട്ടോ. പിന്നെ നമ്മളൊരു 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഗേറ്റിൻ്റെ ഒരു ഷീറ്റ് വർക്കിൻ്റെ. അതിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോഷ്യൽ മീഡിയയാണ് കമൻറ്റുകൾ വരും, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഗേറ്റ് ചെയ്തത് 12,000 രൂപയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. 14 അടി നീളത്തിലുള്ള ഗേറ്റ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അത് 12,000 രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 12,000 രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുത്തപ്പോഴേ അത് മെറ്റീരിയൽ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധനത്തിന് 12,000 വരുന്നത്. അതിലൊരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമൻറ്റ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ 12,000 രൂപയ്ക്ക് കിട്ടില്ല, അതിന് കമ്മിയായിട്ട് ഓരോരുത്തർ ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലവർ പറഞ്ഞത് നമ്മൾ വർക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ നശിപ്പിക്കുകയാണ്, അതിൻ്റെ വില നമ്മൾ കളയാണെന്നൊക്കെയാണ്. നമുക്ക് ആ ഒരു ഗേറ്റ് ചെയ്യാൻ 2.5 ലെങ്ത്ത് 3 വന്നിട്ടുണ്ട് 16 ഗേജിൻ്റെ. 1,500 വെച്ച് കൂട്ടുകയാണെങ്കിലും 4,500 രൂപൻ്റെ ഉള്ളിൽ ആ വലിയ പൈപ്പിന്. പിന്നെ അതിൻ്റെ മറ്റേ മുക്കാൽ വന്നിട്ടുള്ളത് ഒരു 10 ലെങ്ത്ത് പോയി, 9 ലെങ്ത്ത് വന്നിട്ടുള്ളൂ. 10 ലെങ്ത്ത് കൂട്ടിക്കോ, 4.5 കിലോൻ്റെ അതൊരു 4,500 കൂട്ടിക്കോ. അപ്പോഴും അതായത് 9 രൂപ. പിന്നെ ഒരു 3 രൂപ അതിൻ്റെ ഫിറ്റിങ്സുകൾ, അതായത് ആംഗിള്, അതേപോലെ അതിൻ്റെ നെയിലോൺ വീല്, അങ്ങനെയൊക്കെ 12,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരുപാട് കമൻറ്റുകൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വന്നിട്ടുണ്ട്. നമുക്ക് ആ റേറ്റിന് ചെയ്യാൻ പറ്റും. നമ്മളവിടെ മേടിച്ചത് നമ്മൾ ഒരു ഷീറ്റ് വർക്ക് ഒരു 300 സ്ക്വയർ ഫീറ്റ് ഒരു 3 ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് ഉണ്ടായിരുന്നു, ഷീറ്റ് ഇട്ട് കൊടുക്കാൻ വർക്ക് ഏരിയൻ്റെ സൈഡിൽ അതിട്ട് കൊടുത്തു. അതുപോലെ ഈ ഗേറ്റ് വർക്ക് 3 പാടം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് 9,000 രൂപയാണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചത്. പിന്നെ ഒരു വർക്കിൻ്റെ ഇട്ടത് ഷീറ്റ് വർക്കിൻ്റെയാണ്, 300 സ്ക്വയർ ഫീറ്റ് 16 രൂപ സ്ക്വയർ ഫീറ്റ് ലേബറിന്. ആ ഷീറ്റ് വർക്കിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേറ്റ് 5,000 രൂപ 300 സ്ക്വയർ ഫീറ്റ് 5,000 രൂപയ്ക്ക് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞു. 16 രൂപ സ്ക്വയർ ഫീറ്റ് ലേബറിനെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എടുക്കൽ 20-22 ആ റേഞ്ചിന് എടുക്കലുണ്ട്. അതന്നെ കമ്മിയാണ്. എന്നിട്ട് നമ്മൾ 5,000 രൂപ ലെവലിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു 16 രൂപ വെച്ചിട്ട്. അതിൽ ഓരോരുത്തർ വന്നിട്ട് ഇത് ഒറ്റ ദിവസത്തെ വർക്കാണല്ലോ, ഞങ്ങൾ 3,000-ന് ചെയ്ത് കൊടുക്കും, 3,500-ന് ചെയ്ത് കൊടുക്കും, നീ അവരെ ചാമ്പി അവരെ വടിയാക്കി. അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് തെറിയാണ്. എടോ, നിങ്ങൾക്ക് കിട്ടുന്ന വർക്കുകൾ നിങ്ങൾ നല്ല റേറ്റിന് എടുത്തോ, അല്ലെങ്കിൽ അതിന് കമ്മിയായിട്ട് ചെയ്ത് കൊടുത്തോ. എനിക്ക് ഈ ഒരു റേറ്റിന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുതലാവും. ഞങ്ങൾ 2 പോയി, 2 അല്ലെങ്കിൽ 3 പോയി, ഞങ്ങൾക്ക് ആ ഒരു 16 രൂപ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മെറ്റീരിയലിൻ്റെ സാധനങ്ങളുടെ ടൂൾസ് കൊണ്ടുപോകണതിൻ്റെ ഇതിൻ്റെ ചിലവ് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചിലവുകളുണ്ട്. ഞങ്ങൾക്ക് ആ റേറ്റിന് ഞങ്ങൾക്ക് ചെയ്ത് കൊടുത്ത് അതിന് കമ്മിയായിട്ട് ചിലവർക്ക് ചെയ്ത് കൊടുക്കലുണ്ട്, ഒന്നും മേടിക്കാണ്ടും ചെയ്ത് കൊടുക്കലുണ്ട്. അതിനൊന്നും നിങ്ങൾക്ക് ഒന്നും കൂട്ടിയാൽ കൂടുതലൊന്നും. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ വർക്ക് എടുത്ത് കൊടുക്കും. നമുക്ക് എങ്ങനെയാണോ മുതലാവുന്ന ആ റേറ്റിന് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. ഇതിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ വർക്കിൻ്റെ വില, നിങ്ങളെപ്പോൾ ഉള്ളവരാണ് വർക്കിൻ്റെ വില കളയുന്നത്. ഒരു വർക്ക് കിട്ടിയിട്ട് അതുമ്പോൾ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ. ഇല്ലെങ്കിലോ വർക്കില്ല, മറ്റുള്ളവർക്ക് വർക്കില്ല, നിങ്ങളെപ്പോലുള്ളവർ എടുത്തിട്ട് വർക്കിൻ്റെ വില കളയുകയാണെന്നാണ് പറയുന്നത്. എടോ, നമ്മൾ ഒരു വർക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുതലാവുന്ന റേറ്റിന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ 26-ന് ചെയ്ത് കൊടുക്കലുണ്ട്, ചിലപ്പോൾ 16-ന് ചെയ്ത് കൊടുക്കും, ചിലപ്പോൾ ഒന്നും പേടിക്കാണ്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ആൾക്കും ടീമിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇല്ലാത്തവർക്കാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കലുണ്ട്. അപ്പം നമുക്ക് വർക്ക് തന്നവർക്ക് അവർക്കറിയാം നമ്മൾ എത്രത്തോളം നമ്മൾ അതിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്, എത്രത്തോളം കമ്മിയാക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. ഈ 3 വർക്കും പാടെ, ഗേറ്റും ഷീറ്റ് വർക്കും അതുപോലെ തന്നെ 3 ആസ്പെറ്റോസ് ഇട്ട് കൊടുക്കുക, ഒക്കെ പാടെ ആകെ 9,000 രൂപ എടുത്തത്. അതായത് 3 ദിവസത്തെ വർക്ക്, 2 ദിവസം, ഒരു ദിവസം 3,500 3 വെച്ചിട്ട് പോയത്, പിന്നെ ഒരു ദിവസം 2,000 2,500, പിന്നെ ഒരു ദിവസം ഒരു ഉച്ച വരെ പണിതിട്ടുണ്ടായിരുന്നുള്ളൂ ഷീറ്റ് അടിക്കണം അന്നൊരു 3,000. അങ്ങനെ 9 രൂപയാണ് നമ്മൾ അതിന് മേടിച്ചിട്ടുള്ളത്. 14 അടി സ്ലൈഡിങ് ഗേറ്റിന് അടക്കമുള്ളതാണ് 9,000 രൂപയ്ക്ക് നമ്മളെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ വക കമൻറ്റുകൾ കേൾക്കുമ്പോൾ, കമൻറ്റ് പറഞ്ഞുകൊണ്ടല്ല, കമൻറ്റ് പറഞ്ഞോട്ട് കുഴപ്പമില്ല. സോഷ്യൽ മീഡിയ ചെയ്യുമ്പോൾ നമ്മൾ ഇടുമ്പോൾ നമ്പർ കൊടുക്കുമ്പോൾ കമൻറ്റുകൾ വരും, നെഗറ്റീവ് കമൻറ്റുകൾ വരും. അത് വന്നോട്ടെ, അതൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഇടട്ടെ, അത് പ്രശ്നമില്ല. പക്ഷേ ഈ തന്തയ്ക്കും തള്ളയ്ക്കും അതുപോലെ തെറിയും വിളിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മറുപടികൾ നമ്മൾ പറയും. നമുക്കിത് പറയാനറിയാത്ത ടീമുകളൊന്നുമല്ല, നമുക്ക് തന്നെ നല്ല അന്തസ്സായിട്ട് നമുക്ക് തെറി വിളിക്കാനറിയാം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാന്യത അവിടെ നിലനിർത്തുന്നു, അതാണ്. പിന്നെ നിങ്ങളൊരു 10 ആൾ കമൻറ്റ് ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു 100 കോൾ വരുന്നുണ്ട്, എൻ്റെ ഫോണിലേക്ക് 100 കോൾ വരുന്നുണ്ട്, വർക്കിൻ്റെ ഡീറ്റെയിലും വർക്ക് എടുക്കാൻ പറ്റി വെച്ചിട്ട്. അതാണ് എൻ്റെ വിജയം. ഞാൻ വർക്ക് എടുക്കും, എനിക്ക് മുതലാവുന്ന റേറ്റിന് എൻ്റെ രീതിക്ക് നല്ല ഫിനിഷിങ്ങിൽ ഞാൻ വർക്ക് എടുത്ത് കൊടുക്കും. അതിന് നിങ്ങളാരും ഇതായിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്ന റേറ്റിന് നിങ്ങൾ എടുത്ത് കൊടുക്കുക. നമ്മൾ ആരും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വർക്ക് എടുക്കുന്നത്, നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇപ്പോൾ ഒരു വർക്ക് നമ്മൾ റേറ്റ് കമ്മിയാക്കി എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട്. ഒരു വർക്കുമ്പോൾ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കുമ്പോഴല്ല പ്രശ്നങ്ങൾ. ഒരു വർക്ക് എടുത്ത് അത് കഴിഞ്ഞ് അടുത്ത വർക്ക് എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പാടെ ലാഭം നമുക്ക് അതുമ്പോൾ കിട്ടും, വേറെ വർക്ക് വരുമ്പോൾ അതുമ്പോൾ കിട്ടും. നമുക്ക് അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ആ റേറ്റിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് കണ്ടമാനം വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൻ്റെ ഒരു ഇത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുമില്ല. നമുക്ക്
നല്ല വർക്കുകൾ നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ നല്ല വൃത്തിയായി ചെയ്ത് കൊടുക്കും. അത് പാർട്ടി പറയുന്നതിനനുസരിച്ചിട്ട്. അവർക്ക് മെറ്റീരിയൽ കമ്മി മതി, ബഡ്ജറ്റ് ഇല്ലാത്ത ടീമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറ്റുന്ന നമ്മൾ ചെയ്ത് കൊടുക്കും. ചിലപ്പോൾ ഒന്നും മേടിക്കാണ്ട് ചെയ്ത് കൊടുത്ത ഭാഗങ്ങളുണ്ട്, നമ്മൾ ഇതിൽ കാണിച്ചിട്ടില്ല എന്നല്ലോ. ഒരുപാട് വർക്കുകൾ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ്, നമ്മൾ നമ്മുടെ ഒരു രീതിക്ക് മുന്നോട്ട് പോകണം. ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമുക്ക് എന്താണെന്നറിയോ, നമുക്ക് ഡെയിലി ചെക്കന്മാർക്ക് കൊടുക്കാനും നമുക്ക് ആവാനും വർക്ക് വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിക്കുള്ള വർക്ക് ഞാൻ എടുക്കും. ഇല്ലാണ്ട് ഒരു വർക്ക് കിട്ടിയിട്ട് അതും തന്നെ കൂടുതൽ വേണം അത്, അല്ലെങ്കിൽ ആ ഒരു വർക്ക് എടുത്തിട്ട് ഒരു ദിവസം വർക്കിന് പോയി, അല്ലെങ്കിൽ ഒരാഴ്ച വർക്കിന് പോയി, പിന്നെ ഒരാഴ്ച റേറ്റ് കമ്മിയിൽ എടുക്കാണ്ട് വർക്കില്ലാണ്ട് വീട്ടിലിരിക്കാൻ നമ്മളെ കിട്ടില്ല. എന്തായാലും നമ്മൾ കിട്ടുന്ന വർക്ക് നമുക്ക് മുതലാവുന്ന റേറ്റിന് നമ്മൾ എടുക്കും. നമുക്കിപ്പോൾ ഗേറ്റിൻ്റെ കാര്യട്ടാ 12,000 രൂപൻ്റെ താഴെ വരുള്ളൂ. ഒരു 5,000 രൂപ നമ്മൾ അവിടെ നിന്ന് ലേബർ കൂട്ടിക്കോ. 14 അടി നിന്നുള്ള ഗേറ്റ് നമ്മൾ 20,000 രൂപൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ. അതുപോലെ ഷീറ്റ് വർക്ക് നമ്മൾ 16 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് ലേബർ, മെറ്റീരിയൽ അവർ എടുത്താൽ 16 രൂപയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. അതിനെന്താണ്, റേറ്റ് കമ്മിയാണ് 16 രൂപ സ്ക്വയർ ഫീറ്റ് ലേബർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മക്കളെ, നമ്മുടെ സങ്കടം നിങ്ങളെ അറിയിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ വർക്കുകൾ നല്ല രീതിക്ക് എടുക്കുക, നല്ല രീതിക്ക് ഫിനിഷിങ് ആക്കി കൊടുക്കുക അവനവന് വരുന്ന വർക്കുകൾ. അപ്പോൾ വേറെയും വർക്കുകൾ വരും. വർക്കില്ല ഞങ്ങൾക്കില്ല എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാരണം കൊണ്ടാണ്. കൂടുതൽ പൈസ കിട്ടിയാലാണ് ഞാൻ ആ വർക്ക് എടുക്കുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി വരും തലമുറയിൽ വർക്കുകളൊന്നും കിട്ടൂല. കോമ്പറ്റീഷൻ വർദ്ധിക്കുകയാണ്, നല്ല കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര കിട്ടിയാലേ എടുക്കുള്ളൂ എന്ന് വിചാരിക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ വർക്കുകൾ വേറെ പോവും. നമ്മളത് കാരണം കൊണ്ട് നമ്മളിപ്പോഴത്തെ എങ്ങനെയാണോ പോകുന്ന ആ ഒരു രീതിക്ക് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡെയിലി വർക്ക് വേണം. ഞാൻ കൊണ്ടുപോയിട്ടുണ്ടാണ് നമ്മുടെ കുടുംബം ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് വർക്ക് ഉണ്ടെങ്കിലാണ് അവർ മുന്നോട്ട് പോകുള്ളൂ. ഡെയിലി എങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ ഒന്നും നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൂലിക്കെങ്കിലും ചെയ്ത് കൊടുക്കും. ഇല്ലാണ്ട് പണിക്ക് പോകാണ്ടിരുന്നിട്ട് വെറുതെ ഇതാവൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കമൻറ്റ് കണ്ടപ്പോഴേ വല്ലാത്തൊരു സങ്കടങ്ങൾ, നമ്മൾ നല്ല രീതിക്ക് ചെയ്തിട്ടും നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്.